നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഹാർട്ട് അസോസിയേഷന്റെ കണക്കനുസരിച്ച് സ്ത്രീകളിൽ 25% മരണങ്ങളും ഹൃദയാഘാതം മൂലമാണ് സംഭവിക്കുന്നത്. സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഹൃദയാഘാതം അറിയാതെ പോകുന്നതിന്റെ ഫലമായാണ് ജീവൻ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നത്. സ്ത്രീകളിൽ ഹൃദയാഘാതത്തിന് കാരണം എന്താണെന്നും ഹൃദയാഘാതത്തിന് ശേഷം സ്ത്രീകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നും പരിശോധിക്കാം. ഹൃദയപേശികളുടെ ഒരു ഭാഗത്തേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുകയും തകരാർ സംഭവിക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ് ഹൃദയാഘാതം. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്കാണ് ഹൃദയാഘാതത്തിന് ശേഷം മോശമായ ഫലങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഗവേഷണങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. പുരുഷന്മാരേക്കാൾ സ്ത്രീകളിലാണ് ഹൃദയാഘാതം മൂലം മരിക്കാനുള്ള സാധ്യത കൂടുതലായി കാണപ്പെടുന്നത്. ഇതുകൂടാതെ ഹൃദയസ്തംഭനം, സ്ട്രോക്ക്, ആവർത്തിച്ചുള്ള ഹൃദയാഘാതം തുടങ്ങിയ സങ്കീർണതകൾ പിന്നീട് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണെന്ന് പഠനങ്ങളിൽ പറയുന്നു. സ്ത്രീകളിൽ ഹൃദയാഘാതത്തിന് വ്യത്യസ്ത ലക്ഷണങ്ങളാണ് കാണിക്കാറുള്ളത്. ഇത് തിരിച്ചറിയാൻ കാലതാമസം എടുക്കുകയും ചെയ്യുന്നു. പുരുഷന്മാർക്ക് സാധാരണയായി നെഞ്ചുവേദനയോ അസ്വസ്ഥതയോ പ്രധാന ലക്ഷണമായി അനുഭവപ്പെടുമ്പോൾ സ്ത്രീകൾക്ക് ക്ഷീണം, ശ്വാസതടസ്സം, ഓക്കാനം, ഛർദി തുടങ്ങിയ ലക്ഷണങ്ങളാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ലക്ഷണങ്ങൾ മറ്റ് രോഗാവസ്ഥകളായി തെറ്റിദ്ധരിക്കപ്പെടാം. ഇത് വൈദ്യസഹായം തേടുന്നതിൽ കാലതാമസം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതേസമയം തന്നെ സ്ത്രീകളിൽ ഉയർന്ന അളവിൽ കാണപ്പെടുന്ന ഈസ്ട്രജൻ ഹൃദയ സംരക്ഷണം നൽകുന്നതാണ്. എന്നിരുന്നാലും ആർത്തവ വിരാമ സമയത്ത് ഈസ്ട്രജന്റെ അളവ് കുറയുമ്പോൾ സ്ത്രീകളിൽ ഹൃദ്രോഗത്തിനുള്ള സാധ്യത കൂടുന്നു. പുരുഷന്മാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്ത്രീകൾക്ക് പിന്നീട് ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ലക്ഷണങ്ങൾ എന്തുതന്നെ ആയാലും ചികിത്സ പിന്നീടാവട്ടെ എന്ന് പറഞ്ഞു മാറ്റിവെക്കുന്നത് ആദ്യം ഒഴിവാക്കുകയാണ് വേണ്ടത്. സ്ത്രീകൾ കൂടെയുള്ളവരെ പരിചരിക്കാനെടുക്കുന്ന പരിശ്രമം സ്വന്തം ആരോഗ്യകാര്യത്തിൽ കൂടിയെടുത്താൽ ജീവൻ നഷ്ടപ്പെടുന്ന പല സാഹചര്യങ്ങളിൽ നിന്നും രക്ഷ നേടാൻ കഴിയുമെന്നതിൽ സംശയമില്ല.